ആസ്വാദക ഹൃദയം കീഴടക്കിയ മത്സര ഇനമാണ് മോണോ ആക്ട്. മോണോ ആക്ട് വേദിയിൽ നിന്നും ഒരു കലാകാരി കൈരളി ന്യൂസിനോടൊപ്പം ചേരുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? നല്ലായിരുന്നു. നല്ല എവിടെ നിന്നാ വരുന്നത്? ഞാൻ പത്തനംതിട്ട ജില്ലയിൽ പന്തളം. പേരെന്താ? പത്മ. എന്തായിരുന്നു വിഷയം? ഞാൻ യുദ്ധത്തിനും തീവ്രവാദത്തിനും എതിരായിട്ടുള്ള വിഷയമായിരുന്നു തെരഞ്ഞെടുത്തത്. പഹൽഗാം അറ്റാക്കാണ് ചെയ്തത്. അപ്പോ നല്ല രീതിയിൽ തന്നെ അത് അവതരിപ്പിക്കാൻ വേണ്ടി സാധിച്ചു. അതെ അതെ, നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ സാധിച്ചു. അപ്പൊ മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം? ബാക്കിയുള്ള കുട്ടികളുടെ മത്സരമൊക്കെ നോക്കുമ്പോ ഗംഭീരമായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചു. ഒരുപാട് സന്തോഷം. ആരാണ് ഗുരു? എന്തോ ഗുരു ആരാണ്? എൻ്റെ അമ്മയാണ്, അമ്മയും അച്ഛനുമാണ് അവതരിപ്പിച്ചത്. അമ്മയും അച്ഛനും കൂടിയിട്ടാണ് ഇത് പഠിപ്പിച്ചത്. അപ്പോൾ അമ്മ പ്രൊഫഷണലായിട്ട് പരിശീലകയായിട്ട്, അതായത് മോണോ ആക്ട് പഠിപ്പിക്കാൻ പോകുന്നതാണോ? അതെ അതെ അതെ, നമ്മൾ 2ാം ക്ലാസ് മുതൽ ഇപ്പോൾ വരെ ഇത് തന്നെയാണ് ചെയ്തത്. മകളുടെ പ്രകടനം കണ്ട എന്ത് തോന്നുന്നു? നന്നായിട്ട് ചെയ്തിരുന്നു. അമ്മ ഈ കലോത്സവ വേദികളിലൊക്കെ ഉണ്ടായിരുന്നോ പഠിക്കുന്ന സമയത്തൊക്കെ? അതെ, 2ാം ക്ലാസ് മുതലാണ് മകൾ മത്സരവേദിയിലേക്ക് വന്നത്. അപ്പോൾ അന്ന് മുതൽ ഈ കലോത്സവ വേദിയിൽ എല്ലാ വർഷവും വരാറുണ്ട്. എല്ലാ വർഷവും മോണോ ആക്റ്റും നാടകവും ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അമ്മയും ഇത്തരത്തിൽ സ്റ്റേജിൽ മോണോ ആക്ട് നാടകമൊക്കെ ചെയ്തിട്ടുണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. അപ്പോൾ ഈ മോണോ ആക്ടിന് പുറമെ നാടകത്തിൽ കൂടി പങ്കെടുത്ത് എനിക്ക് തോന്നുന്നു ജില്ലാ നാടക മത്സരത്തിൽ ബെസ്റ്റ് ആക്ട്രസ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. അതെ. അപ്പോൾ ഇവിടെ മോണോ ആക്ട് അല്ലാതെ വേറെന്തെങ്കിലും ഇല്ലില്ല, മത്സരമുണ്ടോ? മോണാക്ട് മാത്രം. മോണോ ആക്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഒരു എ ഗ്രേഡ് പ്രതീക്ഷിക്കാം. അതെ, പ്രതീക്ഷിക്കാം. തീർച്ചയായും ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ മനോഹരമായ രീതിയിൽ നിലവിൽ ഇപ്പോൾ മോണോ ആക്ട് മത്സരങ്ങളൊക്കെ തന്നെ നടക്കുകയാണ്. പുതിയ, അതായത് വലിയ പ്രാധാന്യമുള്ള വിഷയങ്ങളാണ് മത്സര ഇനത്തിന്റെ ഭാഗമായി ഇപ്പോൾ സ്റ്റേജിൽ അരങ്ങേറുകയും ചെയ്യുന്നത്. കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറമാൻ അഫ്സലിനോടൊപ്പം അമൽനാഥ്, കൈരളി ന്യൂസ്.